നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് കൊടുക്കുക. വാങ്ക് ബാങ്ക് എന്നാണോ പറയാ അതോ വാങ്ക് എന്നാണോ പറയാ? വാങ്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് വാങ്ക് കൊടുക്കണില്ലേ? ഇതിലേതാണ് മലയാളത്തിലെ ശരിയായൊരു പ്രയോഗം? വാങ്ക് എന്നുള്ളതാണ് ശരി എന്ന് പറയുന്നവരുണ്ട്, അല്ല ബാങ്ക് എന്നാണ് പറയാന്ന് പറഞ്ഞവരുണ്ട്. ഈ വാങ്ക് എന്നുള്ള വാക്ക് സത്യത്തില് ഒരു തമിഴ് വാക്കാണ്. മലയാള ഭാഷ പലപ്പോഴും ചെന്തമിഴിൽ നിന്നാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. വാങ്ക് എന്ന് പറഞ്ഞാൽ വാ ഇങ്കേ എന്നാണ് ശരിക്കും വാങ്കിന്റെ അർത്ഥം. അതായത് ഒരാളെ ഉറക്ക വിളിക്കുന്നതാണ് വാ ഇങ്കേ, ഇതാണ് തമിഴിലെ വീടിന്റെ അർത്ഥം. അപ്പൊ ഉറക്ക വിളിച്ചു പറയുന്നത് ബാങ്ക് ആയതുകൊണ്ടാണ് അതിന് വാങ്ക് എന്നുള്ളൊരു പേര് വന്നത്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നതോ, ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പേർഷ്യൻ വേർഡാണ്. ഒരാളെ ഉറക്ക വിളിക്കുന്നതിന് പറയുന്ന ഒരു വേർഡാണ് ബാങ്ക്. അപ്പൊ പേർഷ്യൻ ഭാഷയിൽ നിന്ന് കുറെ വേർഡുകൾ മലയാളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേർഷ്യൻ ഭാഷയിൽ നിന്ന് ബാങ്ക് എന്ന് പറയുമ്പോൾ അപ്പൊ രണ്ടും ശരിയാണ്. നമുക്ക് വാങ്ക് എന്നും പറയാം, ബാങ്ക് എന്നും പറയാം. അദാനി എന്ന് പറയുന്ന ഒരു അറബി വേർഡാണ് സത്യത്തിൽ ഇതിന്റെയൊക്കെ ഒരു മൂലം. അപ്പൊ ഈ ചൈനീസ് ഭാഷയിലും കാണാം, ചൈനീസ് ഭാഷയിൽ പോലും പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിന് അവിടെയും ബാങ്ക് എന്ന് തന്നെയാണ് പറയാ. അപ്പോ ഈ ഒരു പേർഷ്യൻ ഭാഷ ലോകത്തിന്റെ പല ഭാഗങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വേർഡുകൾ അങ്ങനെയുണ്ട്. പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്ന വേർഡുകളുണ്ട്, ഹിബ്രു ഭാഷയിൽ നിന്ന് വന്ന ഇപ്പൊ ഇക്ക എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ നമ്മൾ ഭർത്താവിനെ ഇക്ക എന്ന് വിളിക്കും, അതൊരു ഹിബ്രു ഭാഷയിൽ നിന്ന് വന്നൊരു വേർഡാണ്. ജ്യേഷ്ഠനെ ഇക്കാക്ക എന്ന് വിളിക്കും, അതും ഹിബ്രു ഭാഷയിൽ നിന്ന് വന്നൊരു വേർഡാണ്. പറന്നുപോടിനെ കാക്ക, അതും ഹിബ്രു ഭാഷയിൽ നിന്ന് വന്ന വേർഡാണ്. നോക്കി ഈ ഒരു അമ്മാവൻ കാക്കേ ഒന്നിനു മാറുന്ന അങ്കിൾ എന്നൊക്കെ പറയാനും മലയാളത്തിൽ കാക്കേ. ഇങ്ങനെ വളരെ രസകരമാണ് നമ്മുടെ ഭാഷയുടെ ഒരു രൂപപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വേർഡുകൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.